പറയാ, ഇപ്പൊ ഒരു ഓണം വൈബാണ് മൊത്തത്തിൽ. ഹായ് എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് കഴിഞ്ഞിട്ട് എന്താ പറയേണ്ടതെന്ന് എനിക്ക് വല്ല ഐഡിയ ഒന്നുമില്ല, കാരണം ഇതെന്റെ ഫസ്റ്റ് വ്ലോഗാണ്. ഈ വ്ലോഗിന്റെ മെയിൻ കോണ്ടന്റ് എന്താന്ന് വെച്ചാൽ, ഇപ്പോ ഇൻഫോ പാർക്കില് മൊത്തം എന്താ പറയാ, ഇപ്പൊ ഒരു ഓണം വൈബാണ് മൊത്തത്തില്. ഇപ്പോൾ ഓഫീസിലെ ഓണത്തിനെ പറ്റി പറയുവാണെങ്കിൽ ഇപ്പോൾ വയനാട് ഇഷ്യൂ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ലിമിറ്റഡ് ആണ് പരിപാടിയൊക്കെ. ഇവിടെ ഇൻഫോ പാർക്കിൽ എന്താ പ്രോഗ്രസീവ് ടെക്കീസിന്റെ വക കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. 10th to 11th ആണ് പരിപാടിയൊക്കെ ഉള്ളത്. സോ അപ്പോൾ അടിച്ചുപൊളി ആയിരിക്കും. പിന്നെ ഓണത്തിന് ഇതിൽ നല്ല എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ഇപ്പം എൻ്റെ ഇനിയുള്ളതൊക്കെ ഇനി മുമ്പോട്ട് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോ 4:30 പരിപാടി ഉണ്ട് അതുല്യയിൽ വെച്ച പരിപാടി. ഓക്കെ, അപ്പോൾ 4:30 ഇപ്പോ ഇൻഫോ പാർക്കിലെ ടെക്കീസ് പുരുഷ കേസരിന്റെ ഒരു പരിപാടി ഉണ്ട്, അതിനു വേണ്ടി പോവാണ്. ഞാനും എൻ്റെ ഫ്രണ്ട് മഹിമയും മാത്രമേ ഉള്ളൂ. ഇതാണ് ഇൻഫോ പാർക്കിലെ ഇപ്പോഴത്തെ ഈവനിങ് വ്യൂ. നൈറ്റ് വ്യൂ ഞാൻ കാണിച്ചു തരാം. നൈറ്റ് ആകുമ്പോഴത്തേക്കൂടെ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇടും. ആ കാണുന്നതാണ് ഇൻഫോ പാർക്കിന്റെ മെയിൻ അട്രാക്ഷൻ. ഇവിടെയൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നൈറ്റ് ആകുമ്പോഴാണ് ഇതിന്റെ ആ ഭംഗി അറിയാൻ വേണ്ടി പറ്റുന്നത്. പുരുഷ കേസരി കോമ്പറ്റീഷൻ കാണാനാണ് പോകുന്നത്. മലയാളി മങ്കേന്റെയും കോമ്പറ്റീഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങൾ ഇതെന്താ അർജന്റായിട്ട് ഇങ്ങനെ ഈ പൊരി വെയിലത്ത് കാണാൻ പോണത് എന്താന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഓഫീസിലൊരു ചേട്ടൻ ഇതിൽ ഫൈനലിസ്റ്റ് ആയിട്ടുണ്ട്. സോ പുള്ളിക്കാരന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടിയാണ് പോകുന്നത്. പിന്നെ അങ്ങ് പോയ വഴിയല്ല എൻട്രി എന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പൊ വേറെ എങ്ങനെ കേറാന്നുള്ളത് അറിയാൻ പാടില്ല. പരിപാടിക്ക് തുടങ്ങി, കാരണം സൗണ്ടൊക്കെ കേൾക്കാം പ്രോഗ്രാംസിൻ്റെയൊക്കെ. ഫൈനലി വി റീച്ച് അവർ ഡെസ്റ്റിനേഷൻ. അപ്പം തന്നെ ഫ്രണ്ടിൽ നമ്മുടെ മാവേലി നിൽപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പാതാളത്തിൽ നിന്നൊക്കെ ഇപ്പോൾ വന്നതല്ലേ, ഇനി പുള്ളിക്കാരനെ കാണണമെങ്കിൽ അടുത്ത കൊല്ലം കാണേണ്ടി വരുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറപ്പോൾ അവിടെ കുറേ സ്റ്റോളുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, പ്രൊമോഷന് വേണ്ടിയായിരുന്നു. ഇപ്പം പരിപാടി തുടങ്ങിയിരിക്കുന്നത് മലയാളി മങ്ക കോമ്പറ്റീഷൻ ആയിരുന്നു. ഹായ് ഗായ്സ്, ഇപ്പോൾ എന്താ പുരുഷ കേസരി ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. കാരണം ഞങ്ങൾ ചെന്നപ്പോൾ മലയാളി മങ്ക കോമ്പറ്റീഷൻ്റെ ഇത് നടക്കുമായിരുന്നു. സോ കുറച്ചു നേരം അത് കണ്ടു. ഇപ്പോൾ പുരുഷ കേസരി ഫസ്റ്റ് ഇത് കയറി ഞങ്ങളിങ്ങനെ പോകുന്നു. കാരണം ബ്രേക്ക് ഇട്ടിട്ട് കുറേ നേരമായി. 7 മണിക്ക് ഈ സെയിം വെന്യൂവിൽ തന്നെ അതുല്യയിൽ വെച്ച് തന്നെ തെക്കിൻകാട് ബാൻഡിൻ്റെയും പിന്നെ ആട്ടം കലാസമിതിയുടെയും പ്രോഗ്രാം ഉണ്ട്. 7 മണിക്കാണ്. സോ ബാക്ക് ടു ഓഫീസ്. ബൈ. ഇനി നൈറ്റ് കാണാം. അപ്പോൾ രാത്രിത്തെ പരിപാടിക്ക് പോണേണ്. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഇൻഫോ പാർക്കിലെ നൈറ്റ് വ്യൂ. ഞാൻ വൈകുന്നേരം കാണിച്ചു തന്നില്ല ഒരു ഫൗണ്ടൈൻ, അതാണ് ആ കാണുന്നത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മൊത്തം ലൈറ്റ് കൊണ്ട് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചേക്കണേണ്. സത്യം പറഞ്ഞ ഒരു ഉത്സവപ്പറമ്പിലേക്ക് പോയ എഫക്റ്റ് ആയിരുന്നു മൊത്തത്തിലുണ്ടായത്. ഞങ്ങൾ കയറി ചെന്നപ്പോൾ തന്നെ നേരെ ഡാൻസ് കളിക്കാൻ വേണ്ടി കുറേ പേർ ഡ്രസ്സൊക്കെ ചെയ്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനും മഹിമയും ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാനുള്ള സ്ഥലം തപ്പിങ്ങനെ നടക്കുമ്പോഴാണ് ഈ സ്റ്റോളിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സ്നാക്കുകളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചേട്ടന്മാരവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്കും കിട്ടി 2 സ്നാക്ക്, ഒരു ചീറ്റോസ് പോലത്തെ സാധനം. അത് ഞാനും മഹിയും കൂടി അങ്ങോട്ട് പങ്കിട്ട് അങ്ങോട്ട് കഴിച്ചു. പിന്നെ അതേത് നോക്കിക്കേ, ഇതാണ് അവിടെ വന്ന ആൾക്കൂട്ടം. പിന്നെ ഇന്നത്തെ വിശിഷ്ട അതിഥി ആരായെന്ന് വെച്ചാൽ സൈജു കുറുപ്പായിരുന്നു.
നല്ലോണം ഡാൻസ് കളിച്ചതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മറ്റേ ടെക്കീസിൻ്റെ ഒരു ഫേമസ് മന്തി സ്പോട്ട് ഉണ്ട്, അറേബ്യൻ പാലസ്. അവിടെ വന്ന് സ്പൈസി കുഴിമന്തിയും കഴിച്ച് ഇരിക്കുകയാണ് കേട്ടോ അവിടെ. ഗായ്സ്, സോ ഇന്നത്തെ വ്ളോഗ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഭക്ഷണം കഴിച്ചു, കുറേ തുള്ളി. സോ ഇപ്പം ഞാൻ വീട്ടിലെത്തി, നല്ല മഴയായിരുന്നു. ഇനി നാളെ കാണാം. ഇപ്പം രാത്രി 12 മണി. ഇനി പോയി കിടന്ന് ഉറങ്ങണം ഫ്രഷ് ആയിട്ട്. സോ ഗുഡ് നൈറ്റ്, ബൈ.